ഇന്ന് നമ്മുടെ പൊന്നൂനെ ആദ്യാക്ഷരം കുറിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഒന്ന് നമ്മുടെ പൊന്നൂനെ ഇവിടെ എഴുത്തിനിരുത്താൻ പോവുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഏകാദശി വിളക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്തില്ലേ, ആ അമ്പലത്തിൽ തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കിച്ചൂനെയും കുഞ്ഞനെയൊക്കെ സംസ്കൃതം പഠിക്കണ മകേഷ് മാഷാണ് കേട്ടോ പഠിപ്പിക്കുന്ന മാഷാണ് കേട്ടോ എഴുത്തിനിരുത്തുന്നത്. എഴുതുന്ന മാഷാണ്. നമ്മൾ പുതിയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടതാണ് കേട്ടോ. ഇത് പണി കഴിഞ്ഞിട്ട് വാങ്ങില്ലേന്ന് എന്താണ് കുഞ്ഞാ നീ ഇങ്ങനെ അവിടെ കൊണ്ടിട്ട് എടാ വാങ്ങടാ കുഞ്ഞാ, നീ ഇപ്പൊ ഉണ്ടാതിരിക്കും മുത്തേ. കണ്ടോ പറയുന്നത്, കുട്ടികൾക്കല്ലേ പറയുന്നത്. ഞങ്ങളത്ര ല്ലേ
അവർക്ക് അതിന് വിനോദം ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ടാകും കൊണ്ട് അവർക്ക് കഴിക്കാൻ പൂതിയാവുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ഡപ്പകൾ കണ്ടോ നമ്മളെ വീട്ടിന്റെ 4 പേരുണ്ടപ്പത് 4 പകല്ല അതാണ്ടോ ഇതല്ലേ ഇപ്പൊ അവിടുന്ന് കാണിച്ചത്? ഏതോ ഇതാ കാണിച്ച് പിന്നെ ഏതാ കാണിച്ചത്? ഞാനിതിവിടെ കൊണ്ടുവന്ന് വെക്കാണ്. ഇതാണ്ടോ കുറേ സാധനങ്ങളില്ലേ. പിന്നെയും തന്നെ കാണിച്ചിട്ട് തന്നെ പറയുന്നത് അല്ല, അതിൻ്റെ ഇടയിൽ കുഞ്ഞ് വന്നിട്ട് ഓരോന്ന് പറഞ്ഞില്ലേ. ആണ്ടോ ഈ ഡപ്പകളൊക്കെ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടതാണ് കേട്ടോ. അവിടെയൊക്കെ നമ്മുടെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു കോട്ടും കൂടിയും വരുന്നുള്ളൂ ഇവിടെയൊക്കെ. ഇതിൽ ഒരു കോട്ട അടിച്ചല്ലോ പ്രൈമർ, ഒരു കോട്ടൂടെ അടിക്കണം പറഞ്ഞു. ഒരു കോട്ടും കൂടി അടിക്കണം. ഇവിടെ കണ്ടോ ഇനി ഇതിവിടെ അടയ്ക്കേണ്ടി വരില്ലേ? കാറ്റ് അടയ്ക്കണ്ടല്ലേ? ഇത് അടക്കി, അത് എയർ ഹോളാണ്. അത് അടച്ച പിന്നെ എന്തിനാണ് അത്? ബാത്റൂം എക്സോസ്റ്റ് വെച്ചാൽ ഉള്ളിൽ എക്സോസ്റ്റ് ഫാനാണ്. ഇതിവിടെ കൊട്ടിക്കില്ലേ ഏട്ടാ? ഈ അത് കൊട്ടിച്ച് കഴിഞ്ഞാൽ അത് അത്രേനേ ഉള്ളൂ. അല്ല, അത് ഇങ്ങനെ പൊന്തി നിൽക്കണ കണ്ടില്ലേ? അതൊന്നുമില്ല, അത് തോന്നുന്നു. ഉണ്ട് അത് നേരെ പ്രസ്സിങ് ആവാണ്ടിരിക്കുന്ന. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒന്നുകൂടെ അമർത്തി കൊടുത്താൽ ശരിയാവോ? അപ്പോൾ നമ്മുടെ ഇതാ കണ്ടോ, വീടിൻ്റെ ബേക്ക് വശം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട് വശവും കുറച്ചാണ്, ബേക്ക് വശവും കുറച്ചേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ രാധേടത്തിൻ്റെ തൊടി. ഇനി നമുക്ക് വേനൽക്കാലമാകുമ്പോൾ ഇതാ ഉണ്ടോ അവർ വെള്ളം ഇങ്ങനെ തിരിയില്ല. എന്തായിട്ട് അത് കാണിച്ചു കൊടുക്ക് സംഭവം. സ്പ്രിംഗ്ലർ കാണില്ല അല്ലേ? ആ സംഭവം ഈ തൊടി കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വേനൽക്കാലം ആകുമ്പോഴല്ലേ ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കറങ്ങി 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 ഇത് കൂടെയൊക്കെ നല്ല നനവുണ്ടാവും ഇല്ലേ? എന്താ ഏട്ടാ മോളിക്കൂടെ ഉണ്ടാവില്ല അവരുടെ തൊടി കൂടെ പ്ലംബിങ്ങിൻ്റെ കണ്ടോ. നമ്മുടെ അവിടെ എന്താ ടാങ്ക് വെച്ചു കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. ബായോ നമുക്ക് ഉള്ളിൽ കയറുക. എന്താ കണ്ടോ കണ്ണാടി കണ്ടോ? ഈ കണ്ണാടി എന്താണെന്നറിയാം നമ്മൾ ഉള്ളിൽ കൊണ്ട് വെക്കാത്ത ഉള്ളത്തെ പണി ഇപ്പൊ നല്ല ഉള്ളിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ പണി തീരാണ്ട് കൊണ്ടുവയ്ക്കുക. ഈ പണി തീരാണ്ട് കൊണ്ടേ വെച്ചു വിചാരിച്ചോ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അവർക്കും ദേഷ്യം വരും. ഇത് നമ്മുടെ മക്കൾ കാണാത്തത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ തരിപ്പണാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇതാ ഇത് നമ്മൾ ഒരു കട്ടില അവിടെ എടുത്തില്ലേ, ഇനി നമുക്ക് അപ്പുറത്തേക്ക് പുറത്തേക്ക് അടുക്കള എടുക്കണമല്ലോ. അപ്പോൾ ഈ കട്ടില അതിന് വേണ്ടി ഉപകരിക്കില്ലേ? ഉപകരിക്കും. ഇനി നമുക്ക് ഈ ഭാഗത്തെ മണ്ണൊക്കെ അങ്ങോട്ട് വലിച്ച് കൂട്ടിയിട്ട് അവിടെ കണ്ടില്ലേ ആ ലെവൽ പോലെ ആക്കണമെങ്കിൽ നമുക്ക് മണ്ണ് ഇടണം കേട്ടോ. അത്രയും മണ്ണ് എവിടെ നിന്ന് ഇനി കിട്ടുകയെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ഉള്ളവിടുത്തെ മണ്ണൊക്കെ നമ്മൾ ഒഴിവാക്കുക ചെയ്ത് ഇപ്പോൾ ഇവിടെ കെട്ടിയ സമയത്ത് നോക്കി നോക്ക്, ഇനി ഇങ്ങോട്ട് മണ്ണ് വലിച്ചിടാനാണ്. എന്നിട്ട് വേണം നമുക്ക് ഇവിടെ എന്തെങ്കിലും പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനെങ്കിൽ അതൊന്ന് ലെവലാവണ്ടേ. ആ ഭാഗത്തൊക്കെ നല്ല കുണ്ടാണേ. അപ്പോൾ ഇത് ഇന്നലെ എൻ്റെ അനിയേട്ടൻ്റെ കലാപരിപാടിയാണ് കേട്ടോ. നല്ലൊരു വാഴത്തൈനെ കൊണ്ടുപോയിട്ട്. എൻ്റെ കലാപരിപാടിയല്ല, അത് കുട്ടികളായിട്ട് വാഴയുടെ കായൊക്കെ പറിച്ച് വലിച്ചെറിഞ്ഞു. ഒരു കൊല ഫുള്ള് കേടെടുത്തി വരെ അതിൻ്റെ മേലെ കയറിയിട്ട്. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞ് ഇനിയിപ്പോൾ വാഴ അവിടെ നിർത്തിയിട്ട് എന്തായാലും വാഴക്കായില്ലാതെ. എൻ്റെ എന്താ കസ്തൂരി മഞ്ഞൾ നിൽക്കുന്ന അവസ്ഥ നോക്കി നോക്ക് നിങ്ങൾ. എവിടെ കസ്തൂരി മഞ്ഞൾ? ഇതാ ഈ നീളത്തിൽ നിൽക്കുന്ന കസ്തൂരി മഞ്ഞളാണേ. അതൊക്കെ വാടിക്കരിഞ്ഞു വന്നു കഴിഞ്ഞാൽ കാലിൽ ഈ പറങ്കി എന്ത് ചെയ്യണമെങ്കിൽ ഈ പണി തീരാണ്ട് ഒന്നും കളിക്കാൻ പറ്റില്ല, കാര്യമില്ല. അപ്പം നമുക്ക് ഉള്ളത്തെ വിശേഷം കണ്ടാലോ? ഇതാ നമ്മുടെ ബാത്റൂം കണ്ടോ. ബാത്റൂമിൽ ക്ലോസറ്റ് വെച്ചു, ഇവിടെ വാഷ് ബേസിൻ വെച്ചു. ഇതെന്താ വെള്ളമാക്കി വെച്ചിരിക്കണേ? അതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കണേ. ഇത് തുറന്നപ്പോ അല്ലേ വെള്ളം വരണ്ടേ? നോക്കാൻ വേണ്ടിട്ട് സന്തോഷം സമാധാനം അല്ലേ? അപ്പം ഈ ബാത്റൂമിന്റെ മഴയൊക്കെ പെയ്യിപ്പോയി, മഴ പെയ്യിക്കണ്ട. അപ്പോൾ നമ്മുടെ എന്താ ഈ സംഭവമൊക്കെ ഫിറ്റ് ചെയ്തോട്ടാ കണ്ടില്ലേ. ഇന്ന് നമുക്കിതിലധികം വെള്ളമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. നാളത്തെ കഴിഞ്ഞിട്ടാണ് വെള്ളാക്കാൻ പറ്റുള്ളൂ എന്ന്. അയ്യോ എൻ്റെ മക്കളെല്ലാവരും കുഞ്ഞനൊക്കെ ഇത് കണ്ടപ്പോൾ സന്തോഷമായില്ലേ? കുളിക്കണോ പറഞ്ഞിട്ട് ആഗ്രഹമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇപ്പോൾ ഈ ക്ലോസറ്റ് ഇത് വെച്ചതുകൊണ്ട് ഇതിൽ വെള്ളാക്കണ്ട പറഞ്ഞു. അപ്പുറത്തേൽ അവർക്ക് കുളിക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പുറത്തെ പണി കഴിഞ്ഞില്ലേ? അപ്പുറത്തെ പെയിന്റിങ്ങിന്റെ കുറച്ചുകൂടെ പണിയുണ്ട്. അതെ, ആരെ വിളിക്കണേ? ഈ
ടീപ്പോയി അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് കിടക്കുകയാണല്ലേ. പോയി ഇങ്ങനെ കിടന്ന് ഓടും പറ്റുന്നത്ര. ഇതാ ഇവിടെയും ഏകദേശം ഈ ബാത്റൂമിൻ്റെ ഇവിടെ ലൈറ്റില്ലേ ഉണ്ട്. ഏകദേശം ഈ ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഈ ഹോൾ എന്താ ചെയ്യുക? ആ ഹോളൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊരു സൂത്രത്തിലുള്ള ഹോളാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വട്ടത്തിൽ എന്തെങ്കിലും ഇട്ടൂടെ? അതിൽ അങ്ങനെ വല്ല കിട്ടുകയാണെങ്കിൽ ഇട്ടുകൊടുക്കാം. എന്താ ഇതിലും നമ്മുടെ പണികൾ കഴിഞ്ഞു. അത് തുറക്കണ്ട കേട്ടോ, അതിൽ ഇതിൻ്റെ അടിയിൽ ഉണ്ട് ഷീറ്റ് വെച്ചെടുക്കുക, അങ്ങനെ നനഞ്ഞാൽ പിന്നെ അത്. ഇതും പണി കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മുടെ എന്താ ഈ സംഭവം ടൈലിൻ്റെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? അപ്പോക്സി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ട ഓരോന്ന് പണി കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ സോപ്പൊക്കെ വയ്ക്കാനുള്ളത് സംഭവങ്ങൾ സെറ്റായി. ഒരു മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു വീട് എന്നുള്ളത്. ഏറ്റവും വലിയൊരു ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരു വീട്. അത് നമ്മൾ എങ്ങനെ പറയുക, സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായാലും നമ്മുടെ കണ്ണിന് മുമ്പിൽ ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല അല്ലേ? പക്ഷെ എല്ലാവർക്കും കിട്ടട്ടെ. വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണല്ലോ അല്ലേട്ടാ. കണ്ടു കഴിഞ്ഞാൽ ചോരും പോലെ അല്ലേ? ചോരല്ല ഇത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു മഴ ഉണ്ടാവുന്നില്ലേ, അപ്പോൾ ഇത് എന്താണോ ഇങ്ങനെ കണ്ട ഈ ഭാഗത്തുകൂടെ മാത്രം നല്ല അടയാളപ്പെട്ട പോലെ അല്ലേ? ഓരോടെ എന്താ ഒന്ന് വൃത്തിയായി വരുന്നുള്ളൂ, അപ്പോഴേക്കും അടുത്തത് വൃത്തികേടായോ ഭഗവാനേന്ന് വിചാരിച്ച്. ഇതൊക്കെ ആരോടെ കൊണ്ടുവന്നിട്ട് അത് ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട് കഴുകി എന്നിട്ട് ഓ അപ്പോൾ ഇനി ടാങ്ക് അപ്പുറത്തെ ഭാഗത്തെ ടാങ്ക് വെച്ചതും കൊണ്ട് ഇപ്പുറത്തെ ഭാഗം മാത്രമേ കിട്ടുള്ളൂ. ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാനും അല്ലേ, ഒരു 7 മണി വരെയൊക്കെ മക്കൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാട്ടോ. പറ്റില്ലേ? ഇതാണ് വെച്ച് പനിയായി കിടക്കല്ലേ. കിച്ചന് മേലെ കയറിക്കണ പെട്ടെന്ന് ആളെ കണ്ടപ്പോ. ഇത് വെക്കാൻ ബുദ്ധിമുട്ടിയില്ലേ? കേറ്റാനും ബുദ്ധിമുട്ടിയില്ലേ? ഇല്ല, കനല്ലാത്ത കൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഈ ടാങ്ക് വാങ്ങിയിട്ട് എത്ര വർഷമായി എന്നറിയോ? ടാങ്ക് വാങ്ങിയിട്ട് 4-5 വർഷമൊക്കെ ഇല്ലേ ടാങ്ക് വാങ്ങിയിട്ട് അല്ലേ? പക്ഷെ എന്താ കുറേ നമ്മൾ താഴെ വെള്ളം നിറച്ച് വെച്ചില്ലേ ഏട്ടാ? ഇങ്ങനെ അപ്പം അവിടെ ഉള്ളത് എന്താ അടച്ചു വെച്ച്? അവിടെ താഴെ ഉള്ളത് അതിന് വേണ്ടിയിട്ടാ? ഓ ഇനി ഈ വാഴകളൊക്കെ വെട്ടില്ലേ? പിന്നെന്തിനാ ഈ വാഴ? ഞാൻ കൊലച്ച് നിൽക്കണൊക്കെ മൂക്കട്ടെ കേട്ടോ, എന്നിട്ട് വെട്ടിയാൽ മതി. കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞൻ്റെ പണിയാണ് കണ്ടോ. ഒരു ഇവിടെ നല്ല വലിയൊരു കൊല ഉണ്ടായിരുന്നതാണ് കേട്ടോ, വാഴക്കൊല. അടുത്ത കൊല ഈർന്ന് ഇട്ടിട്ട് കണ്ടോ, അതാ ഇന്നലെ ഏട്ടൻ വെട്ടിയത് അല്ലേ? സത്യം പറയാച്ച ഒന്നിനും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. മോട്ടർ വാങ്ങിക്കൊണ്ടുവന്നു, അത് ഫിറ്റ് ചെയ്തു, ഇതാ മോളിക്ക് വെള്ളം കയറ്റി. പ്ലംബിങ്ങിൻ്റെ ഏകദേശം പ്ലംബിങ്ങിൻ്റെ പണികൾ മോട്ടറിൽ കയറില്ലേ, നമ്മുടെ ആരാച്ചിപ്പേട് മോട്ടറല്ലേ, അതിലൊന്നും കയറില്ല. എന്നിട്ട് പിന്നെ എന്താ അവർ കുറേ നേരം അവരുടെ പണിയും കൂടി മെനക്കെടില്ലേ. അപ്പോൾ പിന്നെ ഏട്ടൻ പോയി ഉച്ചയ്ക്ക് പോയി മോട്ടർ വാങ്ങിയിട്ട് വന്നു കേട്ടോ. പിന്നെ അത് മോട്ടർ ആണ് ഫിറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ വെള്ളമായി. ഇനി നമുക്ക് വാഷ് ബേസിനല്ലേ, വെള്ളം ടാങ്കിലേക്ക് വേസ്റ്റ് ടാങ്കിലേക്ക് ആക്കാണ്ട് അതാക്കിയിട്ടില്ല. അത് മാത്രമാണ് ഇനി നമുക്കുള്ളൊരു പണിയുള്ളൂ പ്ലംബിങ്ങിൻ്റെ. ബാക്കിയുള്ള എല്ലാ പണികളും നമ്മുടെ പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും കഴിഞ്ഞു കേട്ടോ. ഇനി സ്വിച്ചിൻ്റെ എന്താ ഭാഗം ഫ്രണ്ട് വശം മാത്രമല്ലേ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നമുക്ക് ചെയ്യേണ്ടുള്ളൂ. പ്ലംബിങ്ങിൻ്റെ ഇനി കറണ്ട് കിട്ടാൻ മാത്രമേ വേണ്ടുള്ളൂ. അതൊക്കെ വരുമെന്ന് ചെയ്യാണ്ടല്ലോ, കുറച്ചായി. ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ എന്താണ്. അങ്ങനെയാണല്ലേ? അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ, പണികളൊക്കെ കഴിഞ്ഞു. ഇനി കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് കറണ്ട് കിട്ടണ്ടാവും. കറണ്ട് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? ഇപ്പം തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഫുള്ള് പണി എന്ത് ചെയ്യട്ടെ? പെയിൻറ്റിങ്ങിൻ്റെ ഇനി ഒരു 2-3-4 ദിവസം വൃത്തിയാക്കല്ലേ. ഇനി ഒരു 2-3-4 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ പണി.
അത് കഴിഞ്ഞ് അതും കഴിഞ്ഞു. കറണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി എന്ന് പറയാറുള്ളത് പണികൾ കഴിഞ്ഞു കേട്ടോ അല്ലേ. ലാസ്റ്റ് കാരണം നമ്മൾ വാതിലും കാര്യങ്ങളൊക്കെ വെച്ചല്ലോ. അപ്പോൾ ഇന്ന് പ്ലംബിങ്ങിൻ്റെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറണ്ടും കിട്ടി, അവരുടെ പെയിൻറ്റിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. വീടിൻ്റെ എന്നുള്ള പണി പറഞ്ഞിട്ടുള്ള പണികൾ കഴിയും. അപ്പോൾ പ്രാർത്ഥിച്ചവർക്ക് ഒരുപാട് നന്ദിയില്ലേ. നമ്മുടെ എങ്ങനെ പറയാം, നമുക്കൊരു മനസ്സിനൊരു സത്യം പറയാലോ, അത് അനുഭവിച്ച എല്ലാവർക്കും അറിയണ്ടാവും. മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും എല്ലാവരും കഷ്ടപ്പെട്ട് നല്ലൊരു വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അതിൽ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ. കഞ്ഞിയാണ് പറഞ്ഞു വെച്ചാലും വേണ്ടില്ല, അത് മനസ്സമാധാനത്തോടെ തമ്മിത്തല്ലൊന്നും കൂടാതെ സ്നേഹത്തോടെ കഴിയുമ്പോഴല്ലേ ആ വീടൊരു വീടാവുള്ളൂ. ഏട്ടൻ എന്താ അങ്ങോട്ട് നോക്കണത്? 2 കിളികളെ പൂത്താങ്കിരികൾ അതാണ്ടോ അവിടെ. അപ്പോൾ ഇന്ന് നമ്മുടെ പൊന്നൂനെ എഴുത്തിനീർത്തുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അപ്പോൾ എല്ലാവരുടെയും കുട്ടികളുടെയൊക്കെ ദശമിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ നാളെ മുതൽ ക്ലാസ് പോകില്ലേ. ഇവിടെ കുഞ്ഞ് രാവിലെ പറയുന്നുണ്ട് ഞാൻ നാളെ പോവില്ല, തിങ്കളാഴ്ച മുതലേ ക്ലാസ് പോകണുള്ളൂ പറഞ്ഞിട്ട് ഭയങ്കര ബഹളാട്ടോ. നാളെ പോവില്ല, ഇന്ന് കുഴിമന്തി വേണം. ഇന്ന് കുഴിമന്തി വേണം, അത് ഷോപ്പിംഗാണ്. വലിയച്ഛ വാങ്ങില്ലേ കുറേ നേരമായി ചോദിക്കണം. അപ്പം എന്തായാലും കുറേ ദിവസമായിട്ട് അവർക്ക് ഇപ്പോൾ നോമ്പ് എടുത്തിരിക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുക്കണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ. പക്ഷെ അവർക്ക് ചോറ് എനിക്ക് പല്ലുവേദനയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഞാൻ അത് പറഞ്ഞില്ലല്ലോ, എൻ്റെ അണക്കിൽ പല്ല് വരിക. ഈ അണക്കിൽ പല്ല് വരുമ്പോൾ അതിൻ്റെ അനുഭവിച്ചവർക്കറിയാം ഭയങ്കര വേദന കേട്ടോ. പക്ഷെ ആ പല്ല് നല്ല എല്ലിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാത്രേ. അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വളവളാന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വായക്കടച്ച് റെസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ കിച്ചൂട്ടൻ്റെ പനിയാണ്. കിച്ചൂട്ടൻ ഇന്നലെ മുതലേ അവന് ചെറുതായിട്ട് വയ്യായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ പെട്ടെന്ന് ഛർദിയും പനിയൊക്കെ ആയിട്ട് കിച്ചൂട്ടനും കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊതുവേ എങ്ങനെ പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ദശമി ഇങ്ങനെ പോയില്ലേ. അപ്പം നിങ്ങളൊക്കെ ദശമിയൊക്കെ ആഘോഷിച്ചോ. എല്ലാ മക്കളും നന്നായി പഠിക്കുക കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാമല്ലോ.